കന്നി രാശിക്കാരെ, ഒന്നു നിൽക്കൂ. ഈ നിമിഷം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നത് യാദൃച്ഛികമല്ല. പ്രപഞ്ചം നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോൾ, ഈ നിമിഷം, ഈ വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ്. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു ചെറിയ അവസരത്തെ നോക്കി പുഫിക്കും. ഇത്ര ചെറുതല്ലേ, ഇതുകൊണ്ട് എന്തു നടക്കാൻ എന്നു മനസ്സ് പറയും. പക്ഷേ കന്നി രാശിക്കാരെ, ഇതാണ് ആ നിർണായക നിമിഷം. ഏറ്റവും വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് ഏറ്റവും ചെറിയ വാതിലുകളിലൂടെയാണ്. ആ വാതിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. നക്ഷത്രങ്ങൾ അത് സാക്ഷ്യം പറയുന്നു. ഗ്രഹങ്ങൾ അത് അനുവദിക്കുന്നു. ഈ സമയം, ഈ ഘട്ടം, ഇത് കന്നി രാശിക്കാർക്ക് ഒരു അദ്ഭുതമായ ദൈവിക ഇടപെടലിന്റെ കാലമാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ക്ഷമിച്ചു, കാത്തിരുന്നു. ചിലപ്പോൾ നിരാശ തോന്നിയിരിക്കും. എന്റെ ഊഴം എന്ന് വരും എന്ന് ഉള്ളിൽ ചോദിച്ചിട്ടുണ്ടാകും. ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടാൻ പോകുന്നു. കാരണം ഗ്രഹനിലകൾ ഇപ്പോൾ കന്നി രാശിക്കാർക്ക് അനുകൂലമായ ഒരു ശക്തമായ ദിശ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ ദിശ, ആ വഴി, ഇന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കന്നി രാശി എന്നത് ബുധൻ ഭരിക്കുന്ന ഒരു ഭൂമി രാശിയാണ്. ഈ രാശിക്കാർ സ്വഭാവത്തിൽ വളരെ കഠിനാധ്വാനികളാണ്, വിശ്വസ്തരാണ്, ചിന്തയിൽ കൃത്യതയുള്ളവർ, ഹൃദയത്തിൽ ദൈവഭക്തിയും ജീവിതത്തിൽ ഉത്തരവാദിത്തബോധവും നിറഞ്ഞ ആളുകളാണ്. പക്ഷേ ചിലപ്പോൾ ഈ ഗുണങ്ങൾ ഉണ്ടായിട്ടും ജീവിതം ആഗ്രഹിക്കുന്ന വഴിക്ക് പോകാതിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടം ഇനി അവസാനിക്കുകയാണ്. ഇന്ന്, ഈ നിമിഷം മുതൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഈ സ്ക്രീനിൽ ഇക്കഴിഞ്ഞ നിമിഷം നിങ്ങൾ ഇത് കണ്ടത്, ഇത് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരു ചെറിയ അവസരം, ഒരു ചെറിയ ആദ്യ ചുവട്. അത് ഒരു ദിവസം ഒരു വലിയ വിജയത്തിന്റെ ആരംഭമായി മാറും. ആ വലിയ ചിത്രം ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രദ്ധയോടെ, ക്ഷമയോടെ, ഹൃദയം തുറന്ന് ഈ വാക്കുകൾ ഉൾക്കൊള്ളൂ. ആദ്യം ഒരു കാര്യം. ഈ വേളയിൽ, ഈ ദൈവിക നിമിഷത്തിൽ നിങ്ങൾ ഒന്ന് ചെയ്യണം. നിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന, ഹൃദയം നിറഞ്ഞു വിളിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദേവന്റെ അല്ലെങ്കിൽ ഇഷ്ടദേവിയുടെ പേര് ഇപ്പോൾ കമന്റ് ചെയ്യൂ. ആ ഒരു പ്രവൃത്തി, ആ ഒരു ഭക്തിപ്രകടനം, ഈ ഗ്രഹദശയിൽ നിങ്ങൾക്ക് ദൈവിക സംരക്ഷണം ഉറപ്പു നൽകും. ഗ്രഹദോഷങ്ങൾ ഒഴിഞ്ഞു പോകും, മനസ്സ് ശുദ്ധമാകും, ദൈവകൃപ ഇരട്ടിക്കും. ഈ വിവരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആകും എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ നിമിഷം ഇഷ്ടം അറിയിക്കൂ. ഹൃദയം നിറഞ്ഞ ആ ഒരൊറ്റ ഭക്തിയോടെ ഉള്ള ഇഷ്ടം, അത് ദൈവത്തിന് ഒരു പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. ഈ ജ്ഞാനം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കൂ. അവർക്കും ഈ ദൈവിക അറിവ് ആവശ്യമായിരിക്കും. ഒരുപക്ഷേ ഇത് അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ആകുമായിരിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം. ജ്യോതിഷം ഒരു ദൈവദർശനമാണ്. ജനനകുണ്ഡലി ആ ദർശനത്തിന്റെ ചാവിയാണ്. നിങ്ങളുടെ ജനനകുണ്ഡലി വ്യക്തിഗതമായി വിശകലനം ചെയ്യണം എങ്കിൽ, ജീവിതത്തിലെ ഏതൊരു ചോദ്യത്തിനും ജ്യോതിഷ ഉത്തരം തേടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹ പൊരുത്ത പരിശോധന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കമന്റ് വിഭാഗത്തിൽ ആ വിവരങ്ങൾ ലഭ്യമാണ്. ആ ദൈവിക വഴി ഉപയോഗിക്കൂ. ഇത് ഒരു പ്രോത്സാഹനമല്ല, ഇത് ഒരു ആത്മീയ നിർദ്ദേശമാണ്. കാരണം ഓരോ ജനനകുണ്ഡലിയും ഒരു ദൈവിക ഭൂപടമാണ്. ആ ഭൂപടം ശരിയായി വായിക്കുമ്പോൾ ജീവിതം ഒരു ദിശ കണ്ടെത്തും. ഇനി നമുക്ക് ആ ഗ്രഹശക്തിയുടെ ഗഹനതയിലേക്ക് കടക്കാം. ആകാശത്ത് ഒരു ഭ്രമണം നടക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ അവരുടെ ദൈവിക ഗതിയിൽ സഞ്ചരിക്കുന്നു. ഓരോ ഗ്രഹവും ഓരോ രാശിയോട് ഓരോ ഭാഷ സംസാരിക്കുന്നു. കന്നി രാശിക്കാരോട് ഇപ്പോൾ ഗ്രഹങ്ങൾ സംസാരിക്കുന്ന ഭാഷ, അത് ഒരു അത്ഭുതകരമായ ഭാഷയാണ്, ഒരു ഭാഷ്യമാണ്, ഒരു ഉണർത്തൽ ആണ്. ഗുരു, ബൃഹസ്പതി, ദേവഗുരു, ജ്ഞാനത്തിന്റെ, ഭാഗ്യത്തിന്റെ, ദൈവകൃപയുടെ ഗ്രഹം. ഇദ്ദേഹം ഇപ്പോൾ കന്നി രാശിക്കാർക്ക് ഒരു വളരെ ശക്തമായ ദൃഷ്ടി ചൊരിയുന്നുണ്ട്. ഗുരുവിന്റെ ഈ ദൃഷ്ടി, ഇത് ഒരു ദൈവഹസ്തമാണ്, ഇത് ഒരു അനുഗ്രഹമാണ്. ഗുരു ഏത് ഭവനത്തെ നോക്കുന്നുവോ, ആ ഭവനത്തിൽ ഒരു ഊർജം ഉദിക്കും, ഒരു പ്രകാശം വരും, ഒരു ദ്വാരം തുറക്കും. ഇപ്പോൾ ഗുരുവിന്റെ ഈ ദൃഷ്ടി കന്നി രാശിക്കാരുടെ ഭാഗ്യഭവനത്തിൽ, ജ്ഞാനഭവനത്തിൽ, ഉദ്യോഗഭവനത്തിൽ പ്രകാശം ചൊരിയുന്നുണ്ട്. ഇത് എന്തിനെ അർത്ഥമാക്കുന്നു? ഇത് അർത്ഥമാക്കുന്നത് ദൈർഘ്യമേറിയ ഒരു ഇരുട്ടിനു ശേഷം ഒരു പ്രഭാതം ഉദിക്കുകയാണ് എന്നതാണ്. കഷ്ടപ്പാടിനു ശേഷം ഒരു ആശ്വാസം ലഭിക്കാൻ പോകുന്നു. ക്ഷമിച്ച് കാത്തിരുന്ന ആ നിങ്ങൾക്ക് ഗുരു ഒരു പ്രതിഫലം കൊണ്ടുവരികയാണ്. ഈ പ്രതിഫലം ചെറുതായി ആരംഭിക്കും, ഒരു ചെറിയ അവസരമായി, ഒരു ചെറിയ വഴിയായി, ഒരു ചെറിയ സൂചനയായി. പക്ഷേ ആ ചെറിയ തുടക്കം, അത് ഒരു ദിവസം വളരെ വലിയ ഒരു വിജയത്തിന്റെ അടിത്തറ ആകും. ഇക്കാര്യം മനസ്സിൽ ഉറപ്പിക്കൂ. ഗുരുഭഗവാന്റെ ഈ കൃപ ലഭിക്കുന്ന സമയത്ത് ഒരു കാര്യം സൂക്ഷിക്കണം. ആ ചെറിയ അവസരം കണ്ണിൽ ഉടക്കുമ്പോൾ, ഇത് ചെറുതല്ലേ, ഇത് വേണ്ടേ എന്നു മനസ്സ് പറഞ്ഞാൽ, ആ ശബ്ദം കേൾക്കരുത്. കാരണം ഗുരു ഒരിക്കലും നേരിട്ട് ഒരു വലിയ കൊട്ടാരം തരില്ല. ഗുരു ഒരു ചെറിയ ചാവി തരും. ആ ചാവി കൊണ്ട് ആ കൊട്ടാരം നിങ്ങൾ തന്നെ തുറക്കണം. ആ ചാവി ഇപ്പോൾ ഗുരു നിങ്ങൾക്ക് നൽകുകയാണ്. ഇനി ശനി, ശനിദേവൻ, കർമ്മഫലത്തിന്റെ ദൈവം, ന്യായത്തിന്റെ, ക്ഷമയുടെ, ചിട്ടയുടെ ഗ്രഹം.
ശനി ഒരിക്കലും ആർക്കും ഒന്നും ദോഷം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഗ്രഹമാണ്. ശനി ചെയ്യുന്നത് ഓരോ മനുഷ്യന്റെയും കർമ്മഫലം ഒരു കൃത്യമായ ത്രാസിൽ തൂക്കി ആ ഫലം ആ മനുഷ്യന് തിരിച്ചു നൽകുക എന്നതാണ്. നല്ലത് ചെയ്തവർക്ക് നന്മ, കഷ്ടപ്പാടനുഭവിച്ചവർക്ക് ആശ്വാസം, ക്ഷമ കാണിച്ചവർക്ക് ശക്തി. കന്നി രാശിക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശനിയുടെ ഒരു ഗഹനമായ ദശ അനുഭവിക്കുകയായിരുന്നു. ആ ഘട്ടം ഒരു പരീക്ഷണ കാലം ആയിരുന്നു. ജീവിതത്തിൽ ചിലത് ഉണ്ടാകും, ചിലത് ഇല്ലാതാകും. ചിലർ അകലും, ചിലർ ചേരും. ചില വഴികൾ അടഞ്ഞു പോകും, ചില വഴികൾ പ്രതീക്ഷിക്കാതെ തുറക്കും. ഇതൊക്കെ ആ ശനിദശയുടെ ഭാഗമായിരുന്നു. ശനി ഒരു ആചാര്യനെ പോലെ, ഒരു ഗുരുവിനെ പോലെ ജീവിതത്തിലെ ഓരോ പാഠം പഠിപ്പിച്ചു. ആ പഠനം ഒരുപക്ഷേ വേദനിപ്പിക്കുന്നതായിരുന്നു, കണ്ണു നിറക്കുന്നതായിരുന്നു, ഉറക്കം നഷ്ടമാക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് ആ ഗ്രഹദശ ഒരു പക്വതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശനി ഇപ്പോൾ കന്നി രാശിക്കാരെ ഒരു കൃതജ്ഞതയോടെ നോക്കുകയാണ്. ഈ ആൾ ക്ഷമിച്ചു, ഈ ആൾ ഉറച്ചുനിന്നു, ഈ ആൾ കഷ്ടപ്പാടിൽ ഒടിഞ്ഞു വീഴാതെ നിന്നു. ആ ക്ഷമയ്ക്കുള്ള ഫലം ശനി ഇപ്പോൾ നൽകാൻ ഒരുങ്ങുകയാണ്. ഇത് ഒരു ദൈവനിർണയമാണ്. ഇത് ഒഴിവാക്കാൻ ആർക്കും ആകില്ല. ഇനി രാഹു, കേതു, ഈ ഛായാഗ്രഹങ്ങൾ, ഇവ ഒരു രഹസ്യശക്തിയാണ്. ഇവ കാണാൻ കഴിയില്ല, പക്ഷേ ഇവയുടെ ഫലം ജീവിതത്തിൽ ആഴത്തിൽ അനുഭവിക്കാം. രാഹു ഭൗതിക ഇച്ഛകളുടെ, ആഗ്രഹങ്ങളുടെ, പ്രലോഭനങ്ങളുടെ ഗ്രഹമാണ്. കേതു ആത്മീയ ഉണർവിന്റെ, ഒഴിഞ്ഞുപോകലിന്റെ, ഉൾക്കാഴ്ചയുടെ ഗ്രഹമാണ്. ഇപ്പോൾ കന്നി രാശിക്കാർക്ക് രാഹു ഒരു അനിതരസാധാരണമായ ഊർജം കൊണ്ടുവരികയാണ്. ഈ ഊർജം, ഇത് ഒരു ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. ഒരു ഭാഗത്ത് ഇത് ജീവിതത്തിൽ അപ്രതീക്ഷിത അവസരങ്ങൾ, അറിയാത്ത വഴികൾ, പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങൾ, അചിന്ത്യമായ ഭൗതിക നേട്ടങ്ങൾ കൊണ്ടുവരാം. മറുഭാഗത്ത് ഈ ഊർജം ഒരു ഭ്രമം ഉണ്ടാക്കാം, ആത്മവിശ്വാസം അതിരുകടക്കാം, ഒരു ആഗ്രഹം ഒരു ആസക്തിയായി മാറാം. ഈ ഭ്രമം ഒഴിവാക്കണം, ബുദ്ധി ഉണർന്ന് ഇരിക്കണം. കേതുവിന്റെ ഊർജം ഇപ്പോൾ കന്നി രാശിക്കാർക്ക് ഒരു ആത്മീയ ഉണർവ് നൽകുകയാണ്. ഒരു ആഴമേറിയ ആന്തരിക ജ്ഞാനം, ഒരു ആന്തരിക ശക്തി, ഒരു ഉൾക്കണ്ണ്. ഇത് ഇപ്പോൾ ഉദിക്കുകയാണ്. ഈ ഉൾക്കണ്ണ് ഉപയോഗിക്കൂ. ആ ആഴത്തിലുള്ള ബോധം ഉണർത്തൂ. ഒരു ചെറിയ അവസരം ആ ഉൾക്കണ്ണ് കൊണ്ടു നോക്കുമ്പോൾ അത് ഒരു വലിയ വിജയത്തിന്റെ ആരംഭം ആണ് എന്ന് നിങ്ങൾ അറിയും. ഈ ഗ്രഹഭ്രമണം ഒരു കർമ്മ പരിവർത്തനത്തിന്റെ ഭാഗമാണ്. ജീവിതത്തിൽ ഒരു ദിശമാറ്റമുണ്ടാകാൻ ഈ ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരുങ്ങുകയാണ്. ഗുരുവിന്റെ അനുഗ്രഹം, ശനിയുടെ ന്യായം, രാഹുകേതുവിന്റെ ശക്തി, ഇവ ഒരുമിക്കുമ്പോൾ ആ കൂടിച്ചേരൽ, ആ ഒരൊറ്റ ഘട്ടം ഒരു ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കാൻ പ്രാപ്തമാണ്. ആ ഘട്ടം, ആ ഗ്രഹസംഗമം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ബുധൻ, കന്നി രാശിയുടെ അധിപൻ. ഇദ്ദേഹം ഇപ്പോൾ ഒരു ഊർജത്തിന്റെ ഉച്ചകോടിയിൽ ആണ്. ബുധൻ ശക്തമാകുമ്പോൾ കന്നി രാശിക്കാരുടെ ചിന്ത, ആശയവിനിമയം, തൊഴിൽ, ബൗദ്ധിക ശക്തി, ഇവ ഒക്കെ ഉയരും. ഒരു ആശയം ഒരു ദൗത്യം ആകും, ഒരു പദ്ധതി ഒരു വിജയം ആകും, ഒരു ചോദ്യം ഒരു ഉത്തരം കണ്ടെത്തും. ഇന്ന് ഈ ഗ്രഹനിലകൾ ഒരു ഐതിഹാസിക ഘട്ടം ഒരുക്കുകയാണ്. ഒരു ജീവിതകാലത്ത് ഒരിക്കൽ ഒരുമിക്കുന്ന ഈ ഗ്രഹസ്ഥിതി, ഇത് കന്നി രാശിക്കാർക്ക് ഒരു ദൈവദത്ത അവസരമാണ്. ആ അവസരം, ആ ദൈവിക ദൗത്യം ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കണം. ഈ ഗ്രഹസ്ഥിതിയുടെ ആഴം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം തീർച്ചയാണ്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കും. ആ ശബ്ദം ദൈവത്തിൻ്റേതാണ്. ആ ശബ്ദത്തെ അവഗണിക്കരുത്. കന്നി രാശിക്കാർക്ക് ഇപ്പോൾ ആവശ്യം ഒരു ആത്മീയ ശുദ്ധീകരണമാണ്, ഒരു കർമ്മ തിരുത്തലാണ്. ഗ്രഹങ്ങൾ മാറുമ്പോൾ നിങ്ങളും മാറണം. ആ മാറ്റം ഉള്ളിൽ നിന്ന് തുടങ്ങണം. ആദ്യമായി ചെയ്യേണ്ടത് ഇതാണ്. ബുധൻ നിങ്ങളുടെ രാശ്യധിപനാണ്. ബുധഗ്രഹത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഓരോ ബുധനാഴ്ചയും രാവിലെ ഉണർന്നു കഴിഞ്ഞ ഉടൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ പച്ച ഏലക്ക നിർത്തി ആ വെള്ളം ഒരു ചെടിക്ക് ഒഴിക്കുക. ഇത് ചെറിയൊരു പ്രവൃത്തിയായി തോന്നാം, പക്ഷേ ഇതിന്റെ ഊർജം അത്രത്തോളം ശക്തമാണ്. ബുധഗ്രഹം ബുദ്ധിയെ, ആശയവിനിമയത്തെ, കഴിവിനെ ഭരിക്കുന്ന ഗ്രഹമാണ്. ആ ഗ്രഹം ശക്തമാകുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ കൃത്യമാകും. ആ കൃത്യത ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളതാണ്. ഗുരുഭഗവാന്റെ അനുഗ്രഹം തേടാൻ വ്യാഴാഴ്ച ദിവസം പ്രഭാതത്തിൽ ഒരു മഞ്ഞ തുണി കൊണ്ട് ദേവന്റെ മുന്നിൽ ഒരു ദീപം കൊളുത്തുക. മഞ്ഞ നിറം ഗുരുഭഗവാന്റെ നിറമാണ്. ആ ദീപത്തിന്റെ വെളിച്ചത്തിൽ ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം, ആശങ്ക, സംശയം, ഇവ എല്ലാം ആ ദേവൻ സമർപ്പിക്കുക. ഭഗവാൻ സമർപ്പിച്ച ഭാരം നിങ്ങൾ തലയിൽ ചുമക്കേണ്ടതില്ല. ഈ ഒരു ശീലം, ഈ ഒരു ചെറിയ ആത്മീയ ദിനചര്യ നിങ്ങളുടെ ഗുരുദശ ഫലത്തെ ഇരട്ടിയാക്കും. ശനി ഭഗവാന്റെ കർമ്മദോഷം ശമിക്കാൻ ശനിയാഴ്ച ദിവസം ഒരു ദരിദ്രനായ വ്യക്തിക്ക്, ഒരു ഭിക്ഷക്കാരൻ, ഒരു ഭക്ഷണം കൊടുക്കുക. ഒരു ചപ്പാത്തി, ഒരു ഇഡ്ഡലി, ഒരു കഷ്ണം പഴം, ഏതുമാകട്ടെ. ആ ഒരു നിമിഷത്തിൽ ശനി ഭഗവാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ദാനം ചെയ്യുന്ന ആ ഒരു കൈ 1000 പ്രശ്നങ്ങൾക്ക് ഉത്തരം ആകും. ഇത് അങ്ങ് അബദ്ധം കേട്ടതല്ല.
ഇത് ആദിയിൽ ഋഷിമാർ കണ്ടെത്തിയ സത്യമാണ്. ദാനത്തിലൂടെ കർമ്മഫലം ലഘൂകരിക്കാം. ദാനത്തിലൂടെ ഗ്രഹദോഷം ദുർബലമാക്കാം. രാഹുവിന്റെ ആഘാതം ശമിക്കാൻ ദുർഗാദേവിയുടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു ദിവസം ദർശനം നടത്തുക. ദേവിയുടെ മുന്നിൽ നിന്ന് ഒരു ചുവന്ന ഹിബിസ്കസ് പൂ, ജപമാല, ഒരു ചെറിയ ദക്ഷിണം. ഇതൊക്കെ മതി. ദേവിയോട് ഒരൊറ്റ കാര്യം മാത്രം പ്രാർത്ഥിക്കുക: അമ്മേ, എന്റെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന്, ഭ്രമങ്ങളിൽ നിന്ന് എന്നെ കാക്കണമേ. ആ ഒരു പ്രാർത്ഥന ഒരു കവചം പോലെ നിങ്ങളെ ചുറ്റി നിൽക്കും. കേതുഗ്രഹത്തിന്റെ ദോഷഫലം ശമിക്കാൻ ഗണപതി ഭഗവാന്റെ ഒരു ചെറിയ ചിത്രം വീട്ടിൽ നിങ്ങൾ ഓരോ ദിവസവും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ആദ്യ ദർശനം ആകത്തക്ക വിധം വെക്കുക. ഗണപതി ഭഗവാൻ തടസ്സങ്ങൾ നീക്കുന്ന ദേവനാണ്. നിങ്ങളുടെ ദിവസം ആ ദർശനത്തോടെ തുടങ്ങുമ്പോൾ ആ ദിവസം ഒരു ദൈവസ്പർശം ഏറ്റ ദിവസമാകും. ഒരു കാര്യം കൂടെ: ഈ ഗ്രഹസംക്രമണകാലത്ത് ഉറക്കത്തിനു മുമ്പ് ഒരു ദിവസം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ആ ജലം ശരീരത്തെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണം ആത്മാവിലേക്ക് ഇറങ്ങും. ചെറിയ ശരീരശുദ്ധി ആത്മശുദ്ധിയുടെ തുടക്കമാണ്. ആ തുടക്കം ഇനിയൊരു ദിവസം ഒരു വലിയ ആത്മീയ ഉണർവിന്റെ ആദ്യ ചുവട് ആകും. നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ദ്വേഷം ഉണ്ടാകരുത്. ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കർമ്മദോഷ കാരണമാണ്. ആരോടെങ്കിലും ദ്വേഷമുണ്ടെങ്കിൽ ആ ദ്വേഷം ഒരു ജ്വലിക്കുന്ന കൽക്കരി പോലെ നിങ്ങളുടെ ഉള്ളിനെ ചുടും. ആ ദ്വേഷം ഒഴിവാക്കൂ. ക്ഷമിക്കൂ. ക്ഷമ ദൗർബല്യമല്ല. ക്ഷമ ഒരു ആത്മീയ ശക്തിയാണ്. ക്ഷമ ഒരു ഗ്രഹദോഷ ഔഷധമാണ്. ആ ഔഷധം സൗജന്യമാണ്. ഇന്നേ മുതൽ കഴിക്കാൻ തുടങ്ങൂ. ഇനി ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു അർഹനായ ആളിനെ ഒരു ഉപകാരം ചെയ്ത് സഹായിക്കൂ. നിങ്ങൾ ഒരാൾക്ക് ചെയ്യുന്ന ആ ഒരു ഉപകാരം ഗ്രഹങ്ങൾ കണക്കാക്കി ആ ഫലം നിങ്ങൾക്ക് തന്നെ മടക്കി നൽകും. ഇതാണ് കർമ്മന്യായം. ഇതാണ് ജ്യോതിഷ സത്യം. നല്ലത് ചെയ്യൂ, നല്ലത് ലഭിക്കും. ഇത് ഒരു ആദർശവാക്യം മാത്രമല്ല. ഇത് ഗ്രഹഗതിയുടെ, ജ്യോതിഷശാസ്ത്രത്തിന്റെ ഒരടിസ്ഥാന തത്വമാണ്. ഈ ഉപായങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം തരില്ല. പക്ഷേ ഒരാഴ്ച, 2 ആഴ്ച, ഒരു മാസം ക്രമേണ ഒരു ഊർജ്ജ മാറ്റം നിങ്ങൾ അനുഭവിക്കും. ആ മാറ്റം ആദ്യം ഉള്ളിൽ അനുഭവപ്പെടും. പിന്നെ ഒരു ദിവസം, ഒരു ചെറിയ അവസരം, ഒരു ചെറിയ വിജയം ഒക്കെ ഒരു അനുഭവമായി, ഒരു ജീവിതമാറ്റമായി മുന്നിൽ വരും. ഇനിയിപ്പോൾ ഏറ്റവും ആകാംക്ഷ ഉള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ജോലിയിൽ, ബിസിനസ്സിൽ, പണകാര്യങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങൾ കന്നി രാശിക്കാർക്ക് എങ്ങനെ ഇരിക്കും? ഇത് ഒരു ചോദ്യം മാത്രമല്ല. ഇത് ഒരു ദശലക്ഷം ആശകളുടെ ഭാരം ഏറ്റ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഗ്രഹസ്ഥിതി കന്നി രാശിക്കാരുടെ ജോലി ജീവിതത്തിൽ ഒരു ഭൂകമ്പത്തിന്റെ ആദ്യ ചലനം പോലൊരു ഉണർവ് കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ഈ ഉണർവ് ഭയപ്പെടേണ്ടതല്ല. ഈ ഉണർവ് ആഘോഷിക്കേണ്ടതാണ്. കാരണം ദീർഘകാലമായി ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഭാഗ്യം ഇപ്പോൾ കണ്ണു തുറക്കുകയാണ്. ആ ഭാഗ്യം ചെറുതല്ല. ആ ഭാഗ്യം ജീവിതത്തെ തന്നെ ഒരു നിലയ്ക്ക് മാറ്റാൻ ശേഷിയുള്ളതാണ്. ജോലി ചെയ്യുന്ന കന്നി രാശിക്കാർക്ക് ആദ്യ 7 ദിവസം ഒരു ചെറിയ പ്രത്യേകത ഉണ്ടാകും. ഒരു ചെറിയ ഉത്തരവാദിത്തം, ഒരു ചെറിയ ജോലി, ഒരു ചെറിയ ദൗത്യം. ഇതൊക്കെ നിങ്ങളിലേക്ക് വരും. ഇത് ആദ്യം ചെറുതായി തോന്നും. ഇത് ആദ്യം ഒരു ഭാരമായി തോന്നിയേക്കാം. പക്ഷേ ഇതിനെ ഭാരമായി കാണരുത്. ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം ജയിക്കുന്നവരെ ഗ്രഹശക്തി ഒരു ഉന്നത പദവിയിലേക്ക് ഉയർത്തും. ഇത് ഒരാഴ്ചക്കുള്ളിൽ ദൃശ്യമാകാൻ ഇടയില്ല. പക്ഷേ ആ ഒരു ആഴ്ചയിൽ ചെയ്ത ആ ഒരു ചെറിയ ജോലി ഒരു മാസം കഴിയുമ്പോൾ ഒരു വലിയ ഫലം ആകും. ഉദ്യോഗമേഖലയിൽ ഒരു പ്രധാന ഉപദേശം: ഈ ദിവസങ്ങളിൽ ഓഫീസിൽ, ജോലിസ്ഥലത്ത് ആരോടും അനാവശ്യ വാക്കുതർക്കത്തിൽ ഇറങ്ങരുത്. ഒരു ചെറിയ വാക്ക് ഒരു വലിയ ദോഷം ആകും. ബുധഗ്രഹം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ ആശയവിനിമയം ശ്രദ്ധയോടെ ഇരിക്കണം. ഓരോ വാക്കും തൂക്കി നോക്കി പറയണം. ആ ശ്രദ്ധ, ആ വ്യവഹാര ബുദ്ധി ഒരു ദിവസം ഒരു വലിയ അംഗീകാരം ആകും. പ്രൊമോഷൻ, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥാനം, ഒരു സ്ഥാനക്കയറ്റം. ഇതൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന കന്നി രാശിക്കാർക്ക് ഒരു നല്ല വാർത്ത ഉണ്ട്. ആദ്യ 9 ദിവസത്തിൽ ഒരു ചെറിയ സൂചന ലഭിക്കും. ഒരു ചർച്ച, ഒരു ഉദ്യോഗസ്ഥൻ ശ്രദ്ധ ചെലുത്തൽ, ഒരു ഫോൺ കോൾ, ഒരു ഇമെയിൽ. ഇതൊക്കെ ആ 9 ദിവസത്തിൽ ഒരു രൂപം ചേർത്ത് മുന്നിൽ വരും. ഈ സൂചനകളെ ഒരിക്കലും അലസമായി കൈകാര്യം ചെയ്യരുത്. ഈ ഓരോ ചെറിയ സൂചനയും ഒരു വലിയ ഭാഗ്യവഴിയുടെ ആദ്യ ചുവടാണ്. ബിസിനസ് ചെയ്യുന്ന കന്നി രാശിക്കാർക്ക് ഇത് ഒരു ഗൗരവമേറിയ സന്ദേശമാണ്. ഈ ഗ്രഹഘട്ടത്തിൽ ഒരു ബിസിനസ് ആലോചന, ഒരു പുതിയ കൂട്ടായ്മ, ഒരു പാർട്ട്ണർഷിപ്പ് ചർച്ച, ഇതൊക്കെ ഉടൻ ദൃശ്യമാകും. ഈ ചർച്ചകൾ ഉപേക്ഷിക്കരുത്. ഈ ചർച്ചകൾ ഒഴിവാക്കരുത്. 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഒരു ബിസിനസ് നിർദ്ദേശം, ഒരു ആശയം, ഒരു ഓഫ്, ഇത് ഒരു ഒറ്റ അവസരം ആയി നിങ്ങൾക്ക് മുന്നിൽ വരും. ആ അവസരം ഒരൊറ്റ നിമിഷം മാത്രം ഉള്ളതാണ്. ആ ഒരൊറ്റ നിമിഷത്തിൽ, ഒരൊറ്റ തീരുമാനത്തിൽ, ഒരൊറ്റ ചുവടിൽ ഭാഗ്യം നിർണയിക്കപ്പെടും. ബിസിനസ് ആദ്യ 7 ദിവസം ഒരു ചെറിയ മാന്ദ്യം അനുഭവിക്കാം. ഇത് ഭയപ്പെടേണ്ടതില്ല. ഈ മാന്ദ്യം ഒരു ഗ്രഹചലനത്തിന്റെ ഫലം മാത്രമാണ്.
ഒരു തേർ ചക്രം ഒരു കുഴിയിൽ ആഴുന്നതുപോലെ. ആ കുഴി കടക്കുമ്പോൾ ആ ഗതി ഇരട്ടിക്കും. 7 ദിവസം കഴിഞ്ഞ് ഒരു ഉണർവ് ഉണ്ടാകും. ആ ഉണർവ് ഒരു ചൂടുള്ള കാറ്റ് പോലെ, ഒരു ആശ്വാസം പോലെ, ഒരു ഉദ്ദീപനം പോലെ ബിസിനസ് ജീവിതത്തിൽ വീശും. പണകാര്യങ്ങൾ. ഇത് ഒരു സൂക്ഷ്മ ശ്രദ്ധ ആവശ്യപ്പെടുന്ന വിഷയമാണ്. ഈ ഗ്രഹഘട്ടത്തിൽ ആദ്യ 7 ദിവസം പണച്ചെലവ് ഒരു ചെറിയ ഉയർച്ച കാണിക്കും. ഒരു അപ്രതീക്ഷിത ബില്ല്, ഒരു അനാവശ്യ ചെലവ്, ഒരു ചെറിയ സാമ്പത്തിക ഞെരുക്കം. ഇതൊക്കെ ആദ്യ 7 ദിവസം ഉണ്ടാകാം. ഇതൊന്നും ഒരു ദുരന്തമല്ല. ഇത് ശനി ഭഗവാൻ ഒരുക്കിവെച്ച ഒരു കർമ്മ പരിശോധനയാണ്. ഈ ഘട്ടത്തിൽ ഒരു നിയന്ത്രണ ബോധം, ഒരു സൂക്ഷ്മബോധം, ഒരു ചെലവ് ബോധം, ഇതൊക്കെ ഏറ്റവും ആവശ്യമുള്ളതാണ്. ഒരു വലിയ നിക്ഷേപം ഈ ദിവസങ്ങളിൽ ആലോചിക്കരുത്. ഒരു ഭൂമി ഇടപാട്, ഒരു ഓഹരി നിക്ഷേപം, ഒരു ബിസിനസ് മൂലധനം, ഇതൊക്കെ ഇനി ഒരു ആഴ്ച കൂടെ കാത്തിരിക്കൂ. ഗ്രഹഗതി ഒരു ആഴ്ചക്കുള്ളിൽ ഒരു നിർദ്ദിഷ്ട ദിശ നൽകും. ആ ദിശ ലഭിച്ചതിന് ശേഷം ആ ദിശ കൃത്യമാക്കിക്കഴിഞ്ഞ് ആ തീരുമാനം എടുക്കൂ. അതുവരെ ക്ഷമ ആ ഏറ്റവും വലിയ ആർത്തിക ജ്ഞാനമാണ്. 9 ദിവസം കഴിഞ്ഞ് ഒരു ചെറിയ സാമ്പത്തിക ആശ്വാസം ഉണ്ടാകും. ഒരു കടം തിരിച്ചടക്കൽ, ഒരു അണഞ്ഞ ഒരു ഫ്രീ ഡ്യൂ, ഒരു ദ്വിതീയ വരുമാന ഉറവ്, ഇതൊക്കെ 9 ദിവസം കഴിഞ്ഞ് ദൃശ്യമാകാൻ ഇടയുണ്ട്. ഇത് ഒരു ചെറിയ ആശ്വാസമാണ്, പക്ഷേ ഒരു ദീർഘ ആശ്വാസത്തിന്റെ തുടക്കമാണ്. ഈ ആശ്വാസം ആഘോഷിക്കൂ. ഈ ആശ്വാസം ഭൂതകാലത്തിന്റെ ഒരു ദുഃഖ ഓർമ്മ ആകരുത്. ഈ ആശ്വാസം ഭാവിയിലേക്കുള്ള ഒരു ആത്മബലത്തിന്റെ ആദ്യ ഉറവ ആകണം. 15 ദിവസം ആകുമ്പോൾ ഒരു സാമ്പത്തിക തീരുമാനം, ഒരു ജോലി സംബന്ധിച്ച ഒരു ചർച്ച, ഒരു ബിസിനസ്, ഒരു ഒഴുക്ക്, ഇവ ഒരു ഒത്ത ദിശ കൈക്കൊള്ളും. ആ ഒത്ത ദിശ ഒരു ദൈവ ഇടപെടൽ പോലെ, ഒരു ദൈവദർശനം പോലെ, ഒരു ദൈവ ഇഹ് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെ. പ്രണയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കന്നി രാശിക്കാർക്ക് ഇപ്പോൾ ഒരു അത്ഭുതകരമായ ഊർജ്ജമാറ്റം സംഭവിക്കുകയാണ്. ഹൃദയത്തിൽ എത്രകാലമായി ഒരു വേദന ഒളിഞ്ഞിരിക്കുന്നുണ്ടോ അത് ഇനി ഉണങ്ങാൻ തുടങ്ങും. ഒരു ബന്ധം ഒടിഞ്ഞുപോയ വേദന, ഒരു വാക്ക് ഏറ്റ മുറിവ്, ഒരു കണ്ണീർ ഒളിപ്പിച്ചുവച്ച രാത്രി, ഇതെല്ലാം ഇനി ഭൂതകാലത്തിലേക്ക് മടങ്ങും. ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിൽ ഒരു പ്രത്യേക ഒത്തുചേരൽ നടത്തുകയാണ്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ ജീവിതസഖിയുടെ ഭാവം, ദാമ്പത്യത്തിന്റെ ഭാവം, ആരമേറിയ ഹൃദയബന്ധങ്ങളുടെ ഭാവം. ആ ഭാവത്തിൽ ഇപ്പോൾ ഒരു ദൈവിക വെളിച്ചം പതിക്കുകയാണ്. വിവാഹം ആഗ്രഹിക്കുന്ന കന്നി രാശിക്കാർക്ക് ഇത് ഒരു വിശേഷ സന്ദേശം കൊണ്ടുവരികയാണ്. ഒരുപക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി വിവാഹ ആലോചനകൾ ഉണ്ടാകുന്നില്ല, ചർച്ചകൾ നടക്കുന്നില്ല, കുടുംബത്തിൽ ഒരു ഉത്കണ്ഠ തുടരുകയാണ് എന്ന് തോന്നിയിരുന്നുവോ? ആ കാലഘട്ടം ഇനി മാറുകയാണ്. ഗുരുഭഗവാൻ ഇപ്പോൾ ഒരു ദൈവദൂതനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ ആളെ അയക്കാൻ ഒരുങ്ങുകയാണ്. ആ ആൾ ഒരു പ്രത്യേക വഴിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഒരു ബന്ധുവിലൂടെ ആകാം, ഒരു സൗഹൃദ സദസ്സിലൂടെ ആകാം, ഒരു അനിരീക്ഷിതമായ കൂടിക്കാഴ്ചയിലൂടെ ആകാം. ആ കൂടിക്കാഴ്ചയെ ലഘുവായി കാണരുത്. ആ നിമിഷം ദൈവം നിങ്ങൾക്കായി ഒരുക്കിവെച്ചതാണ്. ഇതിനകം വിവാഹിതരായ കന്നി രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുതിയ ഊഷ്മളത കടന്നുവരും. ഒരുപക്ഷേ ഭർത്താവും ഭാര്യയും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരേ കൂരയ്ക്കു കീഴിൽ ജീവിക്കുമ്പോഴും ഹൃദയങ്ങൾ തമ്മിൽ ഒരു ദൂരം അനുഭവപ്പെടുകയായിരുന്നു. ഇനി ആ ദൂരം കുറയും. ഒരു നല്ല സംഭാഷണം, ഒരു ആത്മാർത്ഥമായ ക്ഷമാപണം, ഒരു ചെറിയ സ്നേഹ ആംഗ്യം, ഇതൊക്കെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകും. ദൈവം ദാമ്പത്യ ബന്ധത്തെ ഒരു ദേവാലയം ആക്കി കണക്കാക്കുന്നു. ആ ദേവാലയത്തിൽ ഇനി ഒരു ദിവ്യദീപം കത്തിത്തുടങ്ങും. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഇനി വരുന്ന ദിവസങ്ങൾ ഒരു തീരുമാനത്തിന്റെ ദിവസങ്ങളാണ്. ഒരുപക്ഷേ കാത്തിരിപ്പ് ഒരു ദീർഘചരിത്രം ഉണ്ടാക്കിക്കഴിഞ്ഞു. ഒരു ഉത്തരത്തിനു വേണ്ടി, ഒരു തീരുമാനത്തിനു വേണ്ടി, ഒരു ഹാ എന്ന ഒറ്റ വാക്കിനു വേണ്ടി ഏറെക്കാലം കാത്തിരുന്ന നിങ്ങൾക്ക് ആ കാത്തിരിപ്പ് ഇനി ഫലം നൽകും. ഗ്രഹനിലയുടെ ഈ ഘട്ടത്തിൽ ഒളിഞ്ഞ ബന്ധങ്ങൾ തിളങ്ങും. ആഴമേറിയ സ്നേഹം ഒരു ഉടമ്പടിയാകും. ഒരു ഔദ്യോഗിക ഘോഷണം, ഒരു കുടുംബസമ്മതം, ഒരു ഭാവി ആസൂത്രണം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ നടക്കാൻ ഗ്രഹങ്ങൾ ഒരുങ്ങി നിൽക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു ആഘോഷ അന്തരീക്ഷം ഉടൻ ഉണ്ടാകും. ഒരു ശുഭവാർത്ത, ഒരു കൂടിവരൽ, ഒരു ഉത്സവദിനം, ഇതൊക്കെ കുടുംബ ബന്ധങ്ങളെ ഇനിയും ഇഴുകിച്ചേർക്കും. ഏറെക്കാലമായി അകന്നുനിൽക്കുന്ന ഒരു ബന്ധു, ഒരു സഹോദരൻ, ഒരു ഉറ്റ ചങ്ങാതി, ഇവരുമായി ഒരു ഊഷ്മള പുനഃസമാഗമം ഉണ്ടാകും. ആ കൂടിക്കാഴ്ച ഹൃദയം നിറയ്ക്കും. ചില ദുഃഖസ്മരണകൾ ഉരുകി ഒഴുകിപ്പോകും. ജീവിതം ഒരിക്കൽ കൂടി ചിരിക്കാൻ തുടങ്ങും. ആരോഗ്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കന്നി രാശിക്കാർ ഇക്കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ജാഗ്രത പാലിക്കണം. ഗ്രഹങ്ങളുടെ ഈ സന്ധിഘട്ടം ശരീരത്തിൽ ചില സൂക്ഷ്മ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് ഭയക്കേണ്ടതില്ല, പക്ഷേ അവഗണിക്കരുത്. ദഹനവ്യവസ്ഥ, ആമാശയ സ്വഭാവം, നടുവേദന, ഉറക്കക്കുറവ്, ഇവ ശ്രദ്ധ ആവശ്യപ്പെടും. ആറ്റ ഭക്ഷണക്രമം ഒരു ചിട്ടയിൽ കൊണ്ടുവരണം. ഭക്ഷണം ശ്രദ്ധിക്കണം. ഉറക്കം ഒരു ദൈവദാനമായി കരുതി അത് ശ്രദ്ധിക്കണം. ഉറക്കമില്ലാത്ത രാവുകൾ ശരീരത്തെ ക്ഷീണിപ്പിക്കും, മനസ്സിനെ തകർക്കും. അതിനാൽ ഒരു ദൈനംദിന ചിട്ട ഉണ്ടാക്കണം.
മാനസിക ആരോഗ്യം ഇക്കാലഘട്ടത്തിൽ ഒരു ഉഗ്രൻ വെല്ലുവിളി ആകും. ഒരുപക്ഷേ ചിന്തകൾ ഒരു ചുഴലി പോലെ തോന്നും. ഒരേ സമയം ഒരുപാട് ആലോചനകൾ, ഒരുപാട് ഉത്കണ്ഠകൾ, ഒരുപാട് ഭയങ്ങൾ. ഇവ ഒന്നിച്ച് ഒഴുകിവരും. ഇതൊക്കെ ഈ ഗ്രഹസന്ധിഘട്ടത്തിന്റെ ഒരു സ്വഭാവവിശേഷമാണ്. ഇത് ഒരു ദൗർബല്യം അല്ല. ഇത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്ങൾ ഉരുകി ഒഴുകിപ്പോകാൻ ദൈവം ഒരു ഘട്ടം ഒരുക്കുകയാണ്. ഈ ഘട്ടത്തിൽ ദൈവനാമജപം, ധ്യാനം, പ്രകൃതിദത്ത ശ്വാസവ്യായാമം ഇവ ഒരു ദിവ്യ ഔഷധം ആകും. ഒരു ദിവസം 5 മിനിറ്റ് ആത്മശ്രദ്ധ ഒരു വലിയ ആരോഗ്യദാനമാണ്. ദീർഘകാലമായി ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഉള്ളവർക്ക് ഇക്കാലഘട്ടത്തിൽ ഒരു ചികിത്സാ തീരുമാനം എടുക്കുന്നത് ഗുണകരമാകും. ഒരു നല്ല ഭിഷഗ്വരനെ കണ്ടെത്താൻ ദൈവം ഈ ഘട്ടത്തിൽ സഹായം ഒരുക്കുകയാണ്. ഒരു ദൂരെ ആശുപത്രി, ഒരു പ്രത്യേക ചികിത്സാരീതി, ഒരു പ്രസിദ്ധ വൈദ്യൻ ഇവ ഈ ഘട്ടത്തിൽ ജീവിതത്തിൽ കടന്നുവരാൻ ഇടയുണ്ട്. ഭഗവത് ഇച്ഛ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചികിത്സ ഒരു വലിയ ആശ്വാസം ആകും. വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കന്നി രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇക്കാലഘട്ടം ഒരു ഉണർവിന്റെ ഘട്ടമാണ്. ഒരുപക്ഷേ ഏറെക്കാലമായി ഒരു ആലസ്യം, ഒരു ഉദാസീനത, ഒരു ഏകാഗ്രതക്കുറവ് അനുഭവപ്പെടുകയായിരുന്നു. ഗ്രഹങ്ങൾ ഇപ്പോൾ ആ മൂടൽ മഞ്ഞ് നീക്കുകയാണ്. ബുദ്ധഗ്രഹം, അറിവിന്റെ ഗ്രഹം, ഇക്കാലഘട്ടത്തിൽ ഒരു ദൈവിക ബുദ്ധി പ്രദാനം ചെയ്യും. ഒരു ദുഷ്കര വിഷയം പെട്ടെന്ന് മനസ്സിലാകും. ഒരു ഉത്തരം അനായാസം ഓർക്കാൻ കഴിയും. ഒരു പ്രശ്നം ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ കഴിഞ്ഞു. ഇനി ഓരോ ദിവസവും അല്പം കൂടി ശ്രദ്ധ, അല്പം കൂടി ഏകാഗ്രത. ഇത് ഒരു വലിയ ഫലം കൊണ്ടുവരും. മത്സര പരീക്ഷകൾ ആഗ്രഹിക്കുന്ന കന്നി രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു നല്ല ഫലം നൽകും. ഒരു ദീർഘപ്രതീക്ഷ, ഒരു നാൾ ഉറപ്പ്, ഒരു ദൃഢവിശ്വാസം ഇവ ഒരു ഫലദായക ഫലം ഉണ്ടാക്കും. തോൽവി ഒരിക്കൽ ഉണ്ടായെങ്കിൽ ആ തോൽവി ഒരു ഗുരുദക്ഷിണ ആയിരുന്നു. ഈ ഘട്ടത്തിൽ ആ ഗുരുദക്ഷിണ ഒരു ജ്ഞാനദാനം ആകും. ഒരു പുതിയ ശ്രമം ഒരു പുതിയ ഫലം കൊണ്ടുവരും. വിദേശ ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ കന്നി രാശിക്കാർക്ക് ഇക്കാലഘട്ടം ഒരു ദൈവ ഇടപെടൽ ആകും. ഒരു വിദേശ ജോലി, ഒരു ഉന്നത വിദ്യാഭ്യാസ അവസരം, ഒരു ദൂരദേശയാത്ര ഇവ ഈ ഘട്ടത്തിൽ ഒരു ദൈവദൂതൻ പോലെ കടന്നുവരും. ഒരു അപേക്ഷ ദീർഘകാലമായി കൊടുത്തു തിരുന്നവർക്ക് ഒരു അനുമതി ദീർഘ ചർച്ചകൾക്ക് ശേഷം ലഭിക്കും. ഒരു ദൂരദേശയാത്ര ഒരു ജീവന്റെ ദിശ ആകും. ആ ദിശ ഇനി തെളിഞ്ഞു വരും. ഒളിഞ്ഞ അപകടങ്ങളെക്കുറിച്ച് ഒരു ജാഗ്രത ആവശ്യമാണ്. ഇക്കാലഘട്ടത്തിൽ ചില ആളുകൾ നിങ്ങളുടെ വിജയം കണ്ട് അസൂയപ്പെടും. ഒരു നല്ല ചങ്ങാതിയുടെ മുഖം ഒരു ശത്രുവിന്റെ ഹൃദയം ആകാം. ഇത് ഭയക്കേണ്ടതില്ല, എന്നാൽ ശ്രദ്ധിക്കണം. ഒരു ദൈവഭക്തൻ ഒരിക്കലും ഭയക്കില്ല. ദൈവഭക്തൻ ജാഗ്രതയോടെ, ദൈവവിശ്വാസത്തോടെ ഓരോ ചുവടും വയ്ക്കും. ആ ദൈവഭക്തി ഒരു കവചം ആകും. ആ കവചം ഒരിക്കലും ഭേദിക്കില്ല. ഇനി ഒരു വലിയ ഒരു ദൈവരഹസ്യം നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു കാര്യം ഒരൊറ്റ ജന്മത്തിൽ ഒരൊറ്റ തവണ മാത്രം കന്നി രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു ദൈവദർശനമാണ്. ജ്യോതിഷശാസ്ത്രം ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഒരു ഘട്ടത്തെ ഒരു ദൈവകരുളായി കരുതുന്നു. ഒരൊറ്റ ജന്മത്തിൽ ഒരൊറ്റ കന്നി രാശിക്കാരനോ കന്നി രാശിക്കാരിക്കോ ഈ ഒരൊറ്റ ഗ്രഹ ഒരൊറ്റ ജന്മ ക്ഷമിക്കണം. ഒരു ദൈവഭക്തൻ ഇനി ഒരിക്കൽ കൂടി ഒരൊറ്റ ശ്വാസത്തിൽ ഒരൊറ്റ ഹൃദയസ്പന്ദനത്തോടെ ഈ വലിയ ജ്യോതിഷ രഹസ്യം നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ജ്യോതിഷശാസ്ത്ര വലിയ ഒരൊറ്റ ഇത് ഒരൊറ്റ ജന്മ. ഈ ഘട്ടത്തിൽ ഒരു ദൈവദർശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി ഒരു ദൈവദർശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധ. മേൽഭാഗം ഒരു ആവർത്തന പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇനി ശരിയായ, ആഴമേറിയ, ശക്തമായ ഒരു ബദൽ രചന ഇവിടെ നൽകുന്നു. ഇനി ഒരു ദൈവദർശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി ദൈവകൃപ ഉണ്ടാകട്ടെ. ഈ ഭാഗം ഒരൊറ്റ ഹൃദയസ്പന്ദനത്തോടെ ഒരൊറ്റ ശ്വാസത്തിൽ ഒരൊറ്റ ദൈവദർശനത്തോടെ ഇനി ഈ ഭാഗം ഒരൊറ്റ ദൈവദർശനം ആകുന്നു. 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 ഒരൊറ്റ ദൈവദർശൻ.